ഹായ് മക്കളെ, കഴിഞ്ഞ ദിവസം ഞാൻ +2 ബോർഡ് എക്സാം എങ്ങനെ അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, സാർ ഞങ്ങൾ +2 എക്സാം മാത്രമല്ല അതിൻ്റെ കൂടെ ഇമ്പ്രൂവ്മെൻറ്റും കൂടെ ചെയ്യുന്നുണ്ട്, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. ആൻഡ് ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് മറന്നുപോയതായിരുന്നു. അപ്പോൾ അതും കൂടെ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ചെയ്യേണ്ടതുണ്ട്. ആ വീഡിയോ ആണിത്. ആൻഡ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണോ ഇല്ലയോ എന്ന് പോലും എന്തുണ്ട് വേണ്ടയോ എന്ന് പോലും ചിലപ്പോൾ എനിക്ക് ഇതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അതടക്കം ഞാൻ എന്ത് ചെയ്യാം ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, ഞാൻ ഈ വീഡിയോ മൊത്തം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ, അതായത് +2 ബോർഡ് എക്സാമിന് എങ്ങനെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയല്ല. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം. നിങ്ങൾ ആദ്യം ആ വീഡിയോ കണ്ടിട്ട് ഇതിലേക്ക് വരിക. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിലാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് മുഴുവൻ ഒന്നും കൂടെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. സോ ഓൾറെഡി കണ്ട ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുക. അല്ലാത്ത ആൾക്കാർ ആദ്യം അത് കണ്ടിട്ട് മൊത്തം ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഇത് കാണാം. ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ, ഒരു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. സോ ദ പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ഫോർ +2 സ്റ്റുഡൻസ് ഇൻക്ലൂഡിങ് ഇംപ്രൂവ്മെന്റ് എന്ന് വേണം പറയാം. ഓക്കെ, റെഡി. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ടോട്ടൽ എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട് എന്ന് നോക്കലായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ +2 ചാപ്റ്റർ മാത്രമാണ് എടുത്തതെങ്കിൽ ഇത്തവണ നമുക്ക് എന്ത് ചെയ്യണം, +1 നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്ന ചാപ്റ്ററും കൂടി ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. ആൻഡ് നിങ്ങൾ പലരും പല സബ്ജക്ട്സ് ആയിരിക്കും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് ഞാനൊരു ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾ +2 ബയോസയൻസ് പഠിക്കുന്ന കുട്ടിയാണ്, നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ കെമിസ്ട്രിയും അതേപോലെ തന്നെ ബയോളജിയുമാണ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാനിത് മൊത്തം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ച് സാറേ ഞാൻ കമ്പ്യൂട്ടർ സയൻസാ, അപ്പോൾ നിർത്തിപ്പോലെ കേട്ടോ, ഇത് കണ്ടിട്ട് അതുപോലെങ്കിൽ നിങ്ങളെ കൊണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഇതിന് നിന്നിട്ട് കാര്യമില്ല എന്നാണ്. അപ്പം ഇത് നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാം. എന്നിട്ട് അതേപോലെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഒരു അരമണിക്കൂർ എടുത്താലും നല്ല സെറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തു തരുന്നതിനേക്കാളും നന്നായിട്ട് നിങ്ങൾ സ്വയം പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അപ്പോൾ +2 ബയോസയൻസ് ഉള്ള കുട്ടി കെമിസ്ട്രിയും ബയോളജിയും ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ചാപ്റ്റേഴ്സിൽ എന്താണ്, +1 കെമിസ്ട്രിയിൽ ഒരു 50 ചാപ്റ്ററും +1 ബയോളജി 20 ചാപ്റ്റർ ഉണ്ടല്ലേ. ഞാൻ ഇതെടുക്കും, ഞാൻ ഫിസിക്സ് എടുത്താൽ കുറച്ചും കൂടെ സുഖമാണല്ലോ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ വിചാരിച്ച് നോക്കാം എന്ത് സംഭവിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ബയോളജി ഇമ്പ്രൂവ് ചെയ്യരുത് എന്നുള്ളതായിരിക്കും ആൻസറിലേക്ക് എത്താം. നമുക്കത് എത്തണമാവോ നോക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പം ടോട്ടൽ +2 ഒരു 50 ചാപ്റ്റേഴ്സും +1 29 ചാപ്റ്റേഴ്സും ടോട്ടൽ 79 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇംഗ്ലീഷോ സെക്കൻഡ് ലാംഗ്വേജോ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഇൻക്ലൂഡും ചെയ്തിട്ടില്ല. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമുക്ക് മോഡൽ എക്സാമിന് മുന്നേ എത്ര ദിവസം ഉണ്ടെന്നുള്ളത്. ഇനി വളരെ സിമ്പിളാണ്. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ 23-ാം തീയതിയായി. 8 ദിവസം ജനുവരിയിലും അതേപോലെ തന്നെ 16 ദിവസം അല്ലടാ, മോഡൽ എക്സാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 16 ദിവസം, ഇതിലും കൂടെ ടോട്ടൽ 24 ദിവസമാണ് നമുക്ക് ഉണ്ടാവുക. കഴിഞ്ഞതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലാബ് എക്സാമിന് ഒരു 6 ദിവസം നമ്മൾ കുറച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. സോ ആകെ 18 ദിവസം മാത്രമാണുള്ളത്. 18 ദിവസം 79 ചാപ്റ്റർ എന്ന് പറയുന്നത് തലകുത്തി മറിഞ്ഞാൽ എന്ത് ചെയ്യില്ല, നമുക്ക് പറ്റൂല. പിന്നെ അടുത്തത് നമ്മൾ ചെയ്യേണ്ട കേസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെപ്പ് 1 ഈ 79 ചാപ്റ്റേഴ്സിൽ നമ്മൾ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ചാപ്റ്റേഴ്സ് ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഡിഫിക്കൽട്ട് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. പക്ഷെ എന്ത് ചെയ്യാന്നുള്ളതും ലാസ്റ്റ് നമുക്ക് നോക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ദ വേഴ്സ്റ്റ് കേസിൽ ഒരു 10 ചാപ്റ്റർ ഞാൻ എന്ത് ചെയ്യണം, എനിക്കറിയാം, ഇനി ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് മാത്സിൽ ചിലപ്പോൾ മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. അതേപോലെ തന്നെ ഫിസിക്സിലൊക്കെ ചിലപ്പോൾ ലാസ്റ്റ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനിയിപ്പോൾ +1 കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ +1 ബയോളജിയിലൊക്കെ ചിലപ്പോൾ ഹ്യൂമൻ ഫിസിയോളജി ഒക്കെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ഒരു 10 ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യാണ്. അസ്യൂം ചെയ്യാതിരിക്കണോ? അസ്യൂം ചെയ്യേണ്ടല്ല മിക്കവാറും ആൾക്കാർക്ക്. അപ്പോൾ 79 ചാപ്റ്റർ എനിക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. പിന്നെ നമുക്കിനി അടുത്തത് എന്താണ്, അടുത്ത എവിടെയൊക്കെ ഫിറ്റ് ഇൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, മോഡൽ എക്സാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ദിവസം പോലും ഗ്യാപ്പില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പുതുതായിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് നമ്മളെന്താണ്, നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെ ടൈം ടേബിളാണ്. ഫൈനൽ എക്സാമിൻ്റെ ടൈം ടേബിളിൽ നമുക്ക് കുറച്ച് മാത്സ് ഒക്കെ കൂടുതൽ പഠിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യം ആ മാത്സിൻ്റെ 12-ാം തീയതി കെമിസ്ട്രി കഴിഞ്ഞാൽ, സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞാൽ 13-ാം തീയതിയാണ് നിങ്ങൾ +1 കെമിസ്ട്രി വരുന്നത്. അത് കഴിഞ്ഞ് 16-ാം തീയതിയാണ് +1 ബയോളജി. തൊട്ടടുത്ത ദിവസം മാത്സ് വീണ്ടും വരികയാണ്. വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ബയോളജി ചെയ്തണോ എന്നുള്ളത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ശരിക്കും ഒരു വേറെ തന്നെ ഒരു വീഡിയോ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെ പഠിക്കുക എന്നുള്ളത്. കാരണം ഇമ്പ്രൂവ്മെൻറ്റ് എഴുതണം എന്നുള്ളത്. അതിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. അങ്ങനെ ഒരു വീഡിയോക്ക് ഇനിയും സാധ്യത ഉണ്ടോ എന്നുള്ളത്. കാരണം ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടും നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ എന്തില്ല, നിങ്ങളൊക്കെ +1 മാർക്ക് അതേപോലെ തന്നെ ഉണ്ടാവും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒന്ന് ആലോചിക്കാം. ഓക്കെ, റൈറ്റ് അല്ല, ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 6-ാം തീയതി ഫിസിക്സ് തുടങ്ങുമ്പോൾ 6-ാം തീയതിക്ക് ഫിസിക്സ് എന്തായാലും നമുക്ക് തീർക്കണം. പിന്നെ ഇത് കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് മിസ്സായി പേഴ്സാണ് കേട്ടോ. നമുക്ക് 7-ാം തീയതി ബയോസയൻസ് കമ്പ്യൂട്ടർ സയൻസിലല്ലോ. അപ്പം 6-ാം തീയതി
കഴിഞ്ഞാൽ പിന്നെ 10-ാം തീയതിയാണ് നമുക്ക് എന്നുള്ള കെമിസ്ട്രി ഉള്ളത്. 7, 8, 9 എന്നുള്ള 3 ദിവസം അവധിയുണ്ട്. 9-ാം തീയതി ഫുള്ള് റിവിഷൻ നോക്കുകയാണെങ്കിലും നമുക്കൊരു 4 ചാപ്റ്റർ കെമിസ്ട്രി എന്തായാലും ഇവിടുന്ന് പുതുതായി പഠിക്കാതിരിക്കാൻ പറ്റൂല. അത് 4 ചാപ്റ്റർ 6-ാം തീയതി ഫിസിക്സ് എക്സാം കഴിഞ്ഞ് ഉടനെ വൈകുന്നേരം മുതൽ തുടങ്ങിയാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് കെമിസ്ട്രി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം ഗ്യാപ്പിൽ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അതൊന്നും ചെയ്യാൻ പറ്റൂല. F1 കെമിസ്ട്രി ഒന്നും ചെയ്യാനാവില്ല. ബയോളജിക്ക് 14, 15 ഉണ്ട്, 20 ചാപ്റ്റർ ഉണ്ട്, പുതുതായിട്ടൊന്നും അന്നേരം പഠിക്കാനും പറ്റില്ല, അത് റിവൈസ് ചെയ്യാനേ പറ്റുള്ളൂ. ഒരു ദിവസം സുവോളജി, ഒരു ദിവസം ബോട്ടണി. മാത്സിനും പിന്നെ ഒന്നും ചെയ്യാനാവില്ല. ആൻഡ് മാത്സ് കഴിഞ്ഞിട്ട് വീണ്ടും നേരത്തെ പോലെ തന്നെ നമുക്ക് എന്തുണ്ട്, 7 ദിവസം കഴിഞ്ഞിട്ടാണ് ബയോളജി. 6 ദിവസം നമുക്ക് പഠിക്കാനുണ്ട്. ആ 6 ദിവസത്തിൽ ഫുൾ ബയോളജി ഇവിടെ തീർക്കല്ലാതെ വേറൊരു വഴിയില്ല. എനിക്ക് തോന്നുന്നു ബയോളജിയിൽ എത്ര ചാപ്റ്റേഴ്സ് ആയിരുന്നുണ്ടായിരുന്നത്, +1 ബയോളജിയിൽ ആകെ 13 ചാപ്റ്റേഴ്സ് ഉള്ളൂ അല്ലേ. ശരിക്കും ഇതൊക്കെ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന കുറച്ചും കൂടെ സുഖേനല്ലേ. അപ്പം ഇവിടെ ബയോളജി 13 ചാപ്റ്റർ നമ്മൾ പഠിക്കണം. ഇംഗ്ലീഷ് അതിനുശേഷം മാത്രം പഠിച്ചാൽ മതി. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആകെ സേവ് ചെയ്യാൻ പറ്റാം 4 ചാപ്റ്റർ ഇവിടെ കെമിസ്ട്രി പഠിക്കാം, 13 ചാപ്റ്റർ ബയോളജി പഠിക്കാം. 17 ചാപ്റ്റർ മാത്രമാണ്. അപ്പോൾ നമ്മളുടെ ചാപ്റ്റർ ലിസ്റ്റിൽ എന്ത് ചെയ്യും, ബയോളജി കംപ്ലീറ്റ്ലി പോയി, കെമിസ്ട്രി 9 മാറ്റി 5 ആയി. അപ്പോൾ ടോട്ടൽ 79-ൽ നിന്നും 14 കുറച്ചാൽ എത്രയാടാ, 65 ചാപ്റ്റേഴ്സ്. 14 അല്ല, 13ഉം 4ഉം 17 ചാപ്റ്റർ കുറച്ച് കഴിഞ്ഞാൽ 62 ചാപ്റ്റേഴ്സ് ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ മുന്നിൽ 18 ദിവസം മാത്രമാണ് മോഡൽ എക്സാമിൻ്റെ മുന്നേ ഉള്ളത്. ഇതിൽ വേറൊരു കാര്യം കേട്ടോ. ഇപ്പോൾ ചില കുട്ടികളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ്, സാർ ഇൻ്റഗ്രേഷൻ പഠിക്കാൻ ഒരു 3-4 ദിവസം വേണം. സംഭവം സത്യമാണ്. പക്ഷേ ഇൻ്റഗ്രേഷൻ 3-4 ദിവസം കണ്ടിന്യൂസ് ഡേ ഒന്നും വേണ്ടിയില്ല. എന്നാലും അതേ സ്ഥാനത്ത് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാനാവും. അതേപോലെ തന്നെ മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ഒരു ദിവസം പഠിക്കാനാവും. അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ദിവസം കൂടെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസും വേറൊരു ചാപ്റ്ററും കൂടെ പെട്ടെന്ന് ചെയ്യാനാവുമായിരിക്കും. അങ്ങനെ കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ. അൾട്ടിമേറ്റ്ലി ഒരു ചാപ്റ്ററിന് ഒരു ദിവസം മതി. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ, നിങ്ങൾ ഫുൾ ഡേ ഒക്കെ ആകുമ്പോൾ ഇപ്പം മുതലേ നിങ്ങൾ ഈ 18 ദിവസവും നന്നായിട്ട് പഠിച്ചു ഡെയിലി ഒരു 5 hours ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവസാനമാകുമ്പോഴത്തേക്ക് ഒരു ദിവസം 2-3 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത് ഞാൻ ലാസ്റ്റ് പറയണമെന്ന് പറഞ്ഞ പോയിന്റ് ആയിരുന്നു. അതായത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് 5 വർഷവും അത്ഭുതകരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, +1 ഭയങ്കര മാർക്ക് കുറവ്, +2 തുടക്കത്തിലൊക്കെ ആകെ ഉഴപ്പിയിട്ട് ലാസ്റ്റ് ബോർഡ് എക്സാമും ഇമ്പ്രൂവ്മെൻ്റ് അടക്കം എന്താണ് നല്ല സ്കോറിലേക്ക് എത്തിയ ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെന്താണ്, ഇരുന്ന് പഠിക്കുക തന്നെയാണ്. സോ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തോ ഒരു ക്ലാരിറ്റി പ്രശ്നം ഞാനായിട്ട് അത് വോയിസ് അൺലിസ്റ്റഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇനിയും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത പ്രശ്നം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ അതിനുള്ള മോട്ടിവേഷണൽ വീഡിയോ അല്ല, ട്രിക്ക് ഞാനും പറഞ്ഞുതരാം. ഓക്കെ, പ്രാക്ടിക്കൽ എക്സാമ്പിൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് 62 ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ മുന്നിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ മോഡൽ എക്സാമിൻ്റെയും ഫൈനൽ എക്സാമിൻ്റെ ഇടയിൽ കുറച്ച് സമയമുണ്ട്. അതായത് നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞത് 21-ാം തീയതിയാണ്. ഇപ്പോൾ ഫെബ്രുവരി 28 വരെയാണുള്ളത്. അപ്പോൾ 7 ദിവസം ഇവിടെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഫൈനൽ എക്സാം തുടങ്ങുന്ന മാർച്ച് 6-നാണ്. ഒരു 5 ദിവസം കിട്ടും. ടോട്ടൽ 12 ദിവസം നമുക്കുണ്ട്. ആ 12 ദിവസങ്ങളിൽ ഉറപ്പായിട്ടും നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിസിക്സും ഈ കെമിസ്ട്രിയും ആ 12 ദിവസത്തിൽ നമ്മൾ തീർത്താൽ എത്രത്തോളം ലാസ്റ്റേക്ക് തീർക്കുന്നു അത്രയും നല്ലതാണ്. പ്ലസ് നമുക്ക് ഇതിലുള്ള സബ്ജക്റ്റുകളും കൂടെ ഏതൊക്കെ തീർക്കാൻ പറ്റും നോക്കാം. ഇവിടെയാണ് ഏറ്റവും ക്രിട്ടിക്കൽ. ഈ 12 ദിവസം നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ തീർക്കാൻ പറ്റുന്നുള്ളതാണ്. നമുക്ക് പെൻഡിങ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ഫിസിക്സിലെ 14 ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട്. അതേപോലെ തന്നെ കെമിസ്ട്രിയിലെ 5 ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട്. ഇതിനൊക്കെ കൂടുതലുള്ള 29 ചാപ്റ്റേഴ്സും ബാക്കിയുണ്ട്. മാത്സും ഉണ്ട്. അപ്പം 12 ദിവസം എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റും? ആൻഡ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക എന്താ വെച്ചാൽ, ഈ സാധനങ്ങൾ ആ 12 ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. കാരണം ഇനിയെപ്പോഴും മോഡൽ എക്സാം വരെ നമ്മൾ ഫസ്റ്റ് ഇയർ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്ത് ചെയ്യടാ, ടഫാണ്. ബയോളജി അവിടെ വന്നതുകൊണ്ട് ഭയങ്കര ടഫായിട്ട് തന്നെയുള്ളത്. അതായത് ആ 12 ദിവസം, ഒരു ദിവസം 2 ചാപ്റ്ററിൽ അപ്പുറം നിങ്ങൾക്ക് ഒരു രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവില്ല, പഠിക്കാൻ പറ്റൂല. 2 ചാപ്റ്റർ, രാവിലെ 1, ഉച്ചയ്ക്ക് ശേഷം 1. കാരണം രാത്രി എന്നൊക്കെ പറയാൻ ഇത് 10ാം ക്ലാസ്സല്ലല്ലോ, +2 അല്ലേ. അപ്പം 2 ചാപ്റ്റർ വെച്ചിട്ട് 24 ചാപ്റ്റേഴ്സ് അവിടെ നിങ്ങൾക്ക് പഠിക്കുക. ഇവിടും സാർ ഇത് പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയാണ് വീണ്ടും ഞാൻ കഴിഞ്ഞ എൻ്റെ ടൈറ്റിലിന് 20 പാഠം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത്. കാരണം ഈ മോഡൽ എക്സാം വരെയുള്ള സമയത്ത് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു അതിനനുസരിച്ചാണ് ഇവിടെ 2 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് പഠിക്കാൻ പറ്റുക. 24 ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ആ 12 ദിവസം പഠിക്കുന്ന. പക്ഷേ 24-ൽ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫിസിക്സും അതേപോലെ തന്നെ ഈ ഫിസിക്സും ഈ കെമിസ്ട്രിയും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ തീർക്കാം. ഒരു 19 ചാപ്റ്റർ ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, ഇതിൽ നിന്നുള്ള കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ അവിടെ പഠിക്കാമെന്ന് എനിക്ക് തോന്നുള്ളൂ.
ഇപ്പം 64 നിന്നും 24 കുറച്ചാൽ വീണ്ടും നമുക്ക് എന്തുണ്ട് 38 ചാപ്റ്റേഴ്സ് ഉണ്ട്. ടഫാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾ ശരിക്കും ഒരു നെഗറ്റീവ് വീഡിയോ ആയി പോകുന്നുണ്ടോ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പഠിക്കാൻ പറ്റില്ല എന്ന് അൾട്ടിമേറ്റ്ലി നമുക്ക് തോന്നുന്നത് അല്ലേ. ഞാൻ എന്ത് ചെയ്യല്ല, ഞാൻ നിങ്ങളെ തളർത്താൻ വേണ്ടി പേടിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞു. ഇതാണ് റിയാലിറ്റി. ഞാനാണിപ്പോൾ നിങ്ങളുടെ സ്ഥാനത്തെങ്കിലും ഒറ്റ ചാപ്റ്റേഴ്സും എനിക്ക് അറിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒറ്റ ചാപ്റ്റേഴ്സും അറിയില്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഈ എന്താ പറയുക, ഇമ്പ്രൂവ്മെൻറ്റ് ഏതെങ്കിലും സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്യലേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ 9 പാഠമാണ് കെമിസ്ട്രിയിൽ, 20 പാഠമാണ് ബയോളജിയിൽ. അപ്പോൾ ശരിക്കും ബയോളജി സ്കിപ്പ് ചെയ്ത് കെമിസ്ട്രി മാത്രം പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 38 എന്നുള്ളത് 20 പാഠം ബയോളജിയാണ്. ഓക്കെ, നമുക്ക് എന്ത് ഒറ്റയടിക്ക് 18 കുറയും. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? ഈ 38 ചാപ്റ്റേഴ്സിൽ ഒരു 15 ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വീണ്ടും ഇത് കുറഞ്ഞു. ഓക്കെ, അപ്പം ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഇപ്പം തോന്നുന്നത്, അതായത് ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരൊറ്റ കാര്യം എന്താ വെച്ചാൽ, മോഡൽ എക്സാം വരെ നിങ്ങൾക്ക് എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിക്കാനൊന്നും പറ്റില്ല. +2 എന്തായാലും ഒരു 18 ചാപ്റ്ററെങ്കിലും നിങ്ങൾ ഇനിയും പഠിക്കാൻ ബാക്കിയുണ്ടാവും 50 എണ്ണത്തിൽ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ്, അതായത് ഇതൊരു വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ 18 നിങ്ങൾക്ക് മനസ്സിലായി, ഇതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ. അത് എങ്ങനെ നോക്കിയാലും തീരാത്ത അവസ്ഥയിലുള്ളത്. അപ്പം ഈ 18 ദിവസം കൊണ്ട് ഒരു 18 to 20 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ 26-ാം തീയതി, പ്രത്യേകിച്ച് കെമിസ്ട്രി കുറേ ഒക്കെ ടഫാണ്, ഓർഗാനിക് കെമിസ്ട്രിക്ക് കേരളത്തിൽ കിട്ടാവുന്ന ബെസ്റ്റ് ക്ലാസ്, ഒരു ഫുൾ ഡേ മാരത്തോൺ റിവിഷനിൽ ഓർഗാനിക് കെമിസ്ട്രി ഫുള്ള് സെറ്റാക്കി തരാൻ നമ്മളെ ഷെഫിൻ സാർ വരുന്നുണ്ട്. നമ്മുടെ ജെഇക്കും നീറ്റിനൊക്കെ എടുക്കുന്ന അടിപൊളി സാറാണ്. നിങ്ങൾ എന്തായാലും ഈ മൺഡേ 26 മൺഡേ ആണെന്ന് എനിക്ക് തോന്നുന്നത്, നമ്മളെ റിപ്പബ്ലിക് ഡേക്ക് ആ ലൈവ് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ കെമിസ്ട്രി ഓർഗാനിക് ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാം, തീർക്കാൻ പറ്റും. ജസ്റ്റ് ഞാൻ അതൊന്ന് പറയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത്, നിങ്ങൾ വലിയ പ്ലാനിങ് ഒന്നും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരൊറ്റ കാര്യമുള്ളൂ, മോഡൽ എക്സാമിലേക്ക് നിങ്ങൾക്ക് ഒരു 20+ ചാപ്റ്റേഴ്സ് തീർത്തിട്ട് വീണ്ടും മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് വരുമ്പം നമ്മളെ സ്റ്റെപ്പ് 1 ഉണ്ടല്ലോടാ, സ്റ്റെപ്പ് 1 എത്ര ചാപ്റ്റേഴ്സ് അറിയാമെന്ന് ചോദിക്കുമ്പം നിങ്ങളുടെ ആൻസർ എന്തായിരിക്കണം? ഏറ്റവും മിനിമം 20 ആണ് എങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അത് വെറുതെ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ അയ്യോ ഇനി ചെയ്യാൻ പറ്റുമോ, ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് 20 ചാപ്റ്റർ, അത് ഈ മോഡൽ എക്സാം വരെ 20 ചാപ്റ്റർ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമെന്നുണ്ട്. നിങ്ങളുടെ +2-ൽ 20 ചാപ്റ്റർ ഏറ്റവും മിനിമം നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പ്ലാൻ ഞാൻ ഉണ്ടാക്കി തരാം. കാരണം നിങ്ങൾ ആ ലെവൽ എത്തിയിട്ടുണ്ടാവും. അത് നിങ്ങൾ ആലോചിച്ചൊക്കെ. ഇപ്പം നീറ്റിൻ്റെ കുട്ടികൾക്കൊക്കെ ഇനി ഏകദേശം 80 ദിവസമുള്ള നമ്മളെ റിപ്പീറ്റർ ബാച്ചിലെ കുട്ടികൾക്ക്. അപ്പം ഞാൻ ഇന്നലെ അവർക്ക് വേണ്ടി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് ഇങ്ങനെ പഠിക്കുകയാണ്, ഏത് നീറ്റ് ലെവലിൽ. കാരണം അവരെ കൊണ്ട് അത് പറ്റും, കഴിഞ്ഞ് ഇത്രയും കാലം നന്നായി പഠിച്ചുകൊണ്ട്. അതാണ് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത്. 20 ചാപ്റ്റർ മോഡൽ എക്സാമിന് മുമ്പ് നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിച്ചോ, ബയോളജി പഠിക്കേണ്ട, നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുകയാണെങ്കിൽ ബാക്കിയൊക്കെ ഞാൻ സെറ്റായി തരും. ഓക്കെ, സോ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലോ എന്നത് യെസ്. ഇനി അതിനെ നിങ്ങളെ തടയുന്ന എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ആക്കാവുന്നത് അടുത്ത വീഡിയോ വരും കേട്ടോ. നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ വീഡിയോ വന്നത്. അതുകൊണ്ട് മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കുക. ഉറപ്പായിട്ടും ഇനി അങ്ങോട്ടുള്ള 1.5 മാസം ഞാൻ കട്ടൊക്കെ കൂടെ ഉണ്ടാവും. നമ്മൾ കിട്ടാവുന്ന മാക്സിമത്തിലേക്ക് എത്തും. ഓക്കെ, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം. ബൈ.